മികച്ച കാലാവസ്ഥയ്ക്ക് പേരുകേട്ട രാജ്യങ്ങളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഒക്കെ ധാരാളമുള്ള ഒരു പ്രദേശമാണ് യൂറോപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതേ യൂറോപ്പ് കൊടും ചൂടിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്. ഉരുകുക എന്ന് പറയുമ്പോൾ ലിറ്ററലി യൂറോപ്പ് ഉരുകുകയാണെന്ന് നമുക്ക് കാണാം. ചില വാർത്തകളിലൊക്കെ യൂറോപ്പിലെ റോഡുകൾ പോലും ഉരുകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജർമ്മനിയിലൊക്കെ 43 ഡിഗ്രി സെൽഷ്യസിന് മേലേക്ക് താപനില പോയിരിക്കുന്നു. ഇറ്റലിയിലും ഫ്രാൻസിലുമൊക്കെ 41 ഡിഗ്രി സെൽഷ്യസിലേക്കും UK-യിൽ 37-38 ഡിഗ്രി സെൽഷ്യസിലേക്കും ചൂട് പോയിരിക്കുന്നത് നമുക്ക് കാണാം. ഇത്തരത്തിൽ അന്തരീക്ഷ താപനില ഉയരുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർക്കും വളരെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ WHO കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച മാത്രം യൂറോപ്പിൽ താപനില ഉയരുന്നതിൻ്റെ ഭാഗമായി 1300-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉയരുകയാണ്. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ താപനില ഇങ്ങനെ ഉയരുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്? ഇനി അതുപോലെ തന്നെ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംശയമാണ്, ഈ 37 ഡിഗ്രി 40 ഡിഗ്രി 43 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയൊരു ചൂടാണോ? 45-50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ താപനില വരുന്ന ഇന്ത്യൻ സിറ്റികളിൽ ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിൽ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് യൂറോപ്പിലെ സിറ്റികളിൽ ഉണ്ടാകുന്നത്? സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, ഇതാദ്യമായിട്ടാണോ യൂറോപ്പിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിന് മുന്നേയും ഇത്തരത്തിൽ കൂടിയ താപനില ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ ജർമ്മനിയിലും സ്പെയിനിലും ഒക്കെ നോക്കുകയാണെങ്കിൽ 1950കളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ നോക്കുകയാണെങ്കിൽ 1976 ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, പണ്ടൊക്കെ 20-25 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ 2003-ലും 2018-ലും 2023-ലും 2025-ലും ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് കാണാം. സോ ഇത്തരത്തിൽ താപനില ഉയരുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി ഈ അടുത്ത കാലത്തായി കൂടി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് 2 തരത്തിലുള്ള കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാച്ചുറലായിട്ടുള്ള കാരണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള കാരണങ്ങളും കാണാം. അപ്പോൾ ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഉത്തരാർദ്ധ ഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളെന്ന് പറയുന്നത് സമ്മർ മാസങ്ങളാണ്. സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൻ്റെ മുകളിൽ കൂടുതൽ സമയം പ്രകാശിച്ച് നിൽക്കുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും 15-16 മണിക്കൂർ പകലാണെന്ന് കാണാം. അപ്പോൾ അത്രത്തോളം സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷ താപനില ഉയരുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതോടൊപ്പം തന്നെ എൽനീനോ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഇപ്പോൾ ലോകത്തെ ആകെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് സൂപ്പർ എൽനീനോ ആണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ചൂട് കുറച്ചധികം ഉയരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള റീസൺസ് അവിടെയുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഈ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്ത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ ഉയരുന്നതിൻ്റെ ഇരട്ടി വേഗതയിലാണ് യൂറോപ്പിൻ്റെ ടെമ്പറേച്ചർ ഉയരുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഭൂമിയിലെ ഫാസ്റ്റസ്റ്റ് വാർമിംഗ് കോണ്ടിനെൻ്റ് ആണ് ഇപ്പോൾ യൂറോപ്പ് എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷ താപനിലയിൽ വലിയ രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ മറ്റൊരു പ്രതിഭാസവും കൂടെ ഇപ്പോൾ യൂറോപ്പിന് മുകളിലുണ്ട്. അതിനെയാണ് ഒരു ഒമേഗ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ സമയങ്ങളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വായു പ്രവാഹം കാണാൻ സാധിക്കും. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ അപ്പർ അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു വായു പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെസ്റ്റർലി, അതായത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുന്ന വളരെ വേഗത കൂടിയ ഒരു വായു പ്രവാഹത്തെയാണ് ഈ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നോക്കിയാൽ മതി. യൂറോപ്യൻ പ്രദേശങ്ങളുടെ മുകളിലായിട്ടൊരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊരു ലോ പ്രഷർ റീജിയൻ കാണാം. അപ്പോൾ ഈ ജെറ്റ് സ്ട്രീം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രഷർ, അതുപോലെ തന്നെ ഈ മേഖലകളിലെ താപനില, ഇതിനെല്ലാം പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഹൈ പ്രഷർ റീജിയൻ ഒരു വലിയ ഹൈ പ്രഷർ റീജിയനായിട്ട് മാറിയിരിക്കുകയും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ 2 ലോ പ്രഷർ റീജിയൻസ് വരികയും ചെയ്യുന്നതുകൊണ്ട് ഈ ജെറ്റ് സ്ട്രീമിൻ്റെ പാതയിൽ വലിയ രീതിയിലുള്ളൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രീക്ക് ആൽഫബറ്റ് ആയിട്ടുള്ള ഒമേഗ എന്ന അക്ഷരത്തിൻ്റെ രീതിയിലാണ് ആ ജെറ്റ് സ്ട്രീം പോകുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഹൈ പ്രഷർ റീജിയൻ ഈ 2 ലോ പ്രഷർ റീജിയനുകൾക്കിടയിൽ ട്രാപ്പായി നിൽക്കുകയാണെന്ന് നമുക്ക് കാണാം. അവിടെ ഒരു തരത്തിലുമുള്ള വായു പ്രവാഹമോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല.
അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ ഉയരുന്നു, എൽനിനോയുടെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ ഉയരുന്നു. ഇപ്പോൾ സമ്മർ മാസങ്ങളായതുകൊണ്ട് ധാരാളം സൂര്യപ്രകാശം ഈ പ്രദേശങ്ങളിൽ ലഭിക്കുകയും ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അന്തരീക്ഷ താപനില ഉയരുന്നു. എന്നാൽ ഈ അന്തരീക്ഷ താപനിലയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റും ടെമ്പറേച്ചറും എല്ലാം അവിടെ ട്രാപ്പ് ആവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിൽ യൂറോപ്യൻ പ്രദേശങ്ങൾക്ക് മുകളിൽ താപനില ഉയരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ളൊരു ഒമേഗ ബ്ലോക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഒന്നിച്ച് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊടും ചൂടിലേക്ക് യൂറോപ്പ് ഇപ്പോൾ പോകുന്നത്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടെ മനസ്സിലാക്കണം. സൂര്യപ്രകാശമൊക്കെ ഉള്ളതുകൊണ്ട് പകൽ സമയങ്ങളിൽ അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുമെങ്കിലും രാത്രി സമയങ്ങളിൽ നമ്മുടെ അന്തരീക്ഷം ഒന്ന് കൂൾ ഡൗൺ ചെയ്യാറുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഈ ഹൈ പ്രഷർ റീജിയൻസിൽ ഈ ഹീറ്റ് ഇങ്ങനെ ട്രാപ്പായി നിൽക്കുന്നത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ രാത്രി കാലങ്ങളിലും ചൂടിനൊരു ശമനം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പകലും രാത്രിയുമെല്ലാം വലിയ ചൂടിന് വലിയ താപനിലയ്ക്ക് നമ്മുടെ ശരീരം എക്സ്പോസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രായമായ ആളുകൾ അതുപോലെ തന്നെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മരണപ്പെടുന്നുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യവും കൂടി ഈ വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്രയും വലിയ ചൂടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകളും പലപ്പോഴും ജലാശയങ്ങളെ ആശ്രയിക്കും. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളുകൾ, പുഴകൾ, കുളങ്ങൾ ഇങ്ങനെയുള്ള ജലാശയങ്ങളിലൊക്കെ ആളുകൾ പോകും. എന്നാൽ പല സമയത്തും ഇവിടെ ഡ്രൗണിങ് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ മുങ്ങി മരിക്കുന്നതിന് ഇത് കാരണമാവുകയും ഇതും ഈ ഒരു സമയത്ത് കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതിനുള്ളൊരു കാരണമാവുകയും ചെയ്യുന്നതെന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഈ സമയത്ത് ഇതുപോലെ ചൂടുണ്ടാവുന്നത്, ഈ ചൂട് ആളുകളുടെ മരണത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വലിയൊരു സംശയം ആളുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ സിറ്റികൾ ലോകത്തെ ഏറ്റവും ഹോട്ടസ്റ്റ് സിറ്റികളായിട്ട് ഇപ്പോഴും പല പട്ടികകളിലും നിൽക്കുകയാണ്. രാജസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലുമെല്ലാം 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിലൊക്കെയാണ് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നുമില്ലാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ യൂറോപ്യൻ നഗരങ്ങളിൽ ഉണ്ടാകുന്നത്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് 40 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമെങ്കിലും ആ ടെമ്പറേച്ചർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിലാണ് അനുഭവപ്പെടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റികൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗ സ്ഥലങ്ങളിലും ഒരു ഡ്രൈ വെതറാണെന്ന് കാണാം. അതായത് അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ശരീരം ധാരാളം ചൂടുണ്ടാകുമ്പോൾ ആ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് വിയർപ്പ് എന്ന് പറയുന്നത്, സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം വിയർക്കുകയും ഈ വിയർപ്പ് അന്തരീക്ഷത്തിലേക്ക് ബാഷ്പീകരിച്ച് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തണുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിയർപ്പ് അന്തരീക്ഷത്തിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ അന്തരീക്ഷം നമ്മുടെ വിയർപ്പിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് കുറവായിരിക്കണം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറവായിരിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യൻ സിറ്റികളിലൊക്കെ ഒരു ഡ്രൈ കണ്ടീഷൻ ആയതുകൊണ്ട് ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് നമ്മുടെ വിയർപ്പ് അന്തരീക്ഷത്തിലേക്ക് പോവുകയും ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ തണുപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ അറ്റ്ലാന്റിക് സമുദ്രമാണ്, മറ്റൊരു സൈഡിൽ മെഡിറ്ററേനിയൻ കടലാണ് എന്ന് കാണാം. വലിയ രീതിയിൽ അന്തരീക്ഷത്തിൽ ജലാംശത്തിൻ്റെ അളവുണ്ട് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണെന്ന് കാണാം. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരം വിയർക്കുമെങ്കിലും ആ വിയർപ്പ് അന്തരീക്ഷത്തിലേക്ക് ബാഷ്പീകരിച്ച് പോകുന്നില്ല അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും വലിയ ചൂടായിട്ട് നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വെതർ ആപ്പുകൾ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നമ്മുടെ ടെമ്പറേച്ചറായിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ 30 ഡിഗ്രിയോ 31 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. എന്നാൽ ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ അതിനേക്കാൾ 2-3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിട്ട് കാണിക്കുന്നത് കാണാം. ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ കൂടുതലായിട്ട് കാണിക്കുന്നത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നതും കാണാം. അപ്പോൾ എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി നമ്മുടെ ടെമ്പറേച്ചറിനെ ബാധിക്കുക അല്ലെങ്കിൽ ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചറിനെ ബാധിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സോ യൂറോപ്പിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ 35 ഡിഗ്രി 40 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോഴും അത് നമ്മുടെ ശരീരത്തിൽ വലിയ രീതിയിൽ അനുഭവപ്പെടുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അന്തരീക്ഷത്തിലെ വായുവിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാറ്റ് അല്ലെങ്കിൽ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് 31 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നതെങ്കിലും കാറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറ്റ് മൂലം ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ 1-2 ഡിഗ്രി കുറവായിട്ട് നമ്മുടെ ആപ്പുകൾ കാണിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ യൂറോപ്പിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഒമേഗ ബ്ലോക്കൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാം ട്രാപ്പായി നിൽക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുമുള്ള വായു സഞ്ചാരമോ കാറ്റോ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആശ്വാസവും ഈ ചൂടിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ യൂറോപ്പിൽ ഈ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ മോശമായി നിൽക്കുന്നത് കൊണ്ട്
പല ഇന്ത്യൻ സിറ്റികളെക്കാളും ടെമ്പറേച്ചർ കുറവാണ് എങ്കിലും അത് അവർക്ക് എങ്ങനെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി യൂറോപ്പിലെ ബിൽഡിങ്ങുകളെ സംബന്ധിച്ചും അവിടുത്തെ ബിൽഡിങ്ങുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുമെല്ലാം അവിടുത്തെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ കൊണ്ടാണ് അവിടുത്തെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കെട്ടിടങ്ങൾക്കുള്ളിൽ വായു സഞ്ചാരം വളരെ കുറവായിരിക്കും. അതായത് ആ കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂടിന് ഒരു കാരണവശാലും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തി തണുപ്പിൽ നിന്നും രക്ഷ നേടുന്ന രീതിയിലാണ് ആ ബിൽഡിങ്ങുകളും മെറ്റീരിയലും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അത് അവർക്ക് നെഗറ്റീവായി മാറിയിരിക്കുകയാണ്. ഈ കൊടും ചൂട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊടും ചൂടിനെ ആ ബിൽഡിങ്ങുകളെല്ലാം ട്രാപ്പ് ചെയ്ത് നിർത്തുകയും യാതൊരു രീതിയിലും കെട്ടിടങ്ങളെ തണുപ്പിക്കാൻ സാധിക്കാത്തൊരു രീതിയിലേക്കും പോകുന്നു. ഇതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ വളരെ മോശമാക്കി മാറ്റുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട്. ഈ കൊടും ചൂടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി AC പോലെയുള്ള മാർഗ്ഗങ്ങൾ യൂറോപ്പിലെ പല ബിൽഡിങ്ങുകളിലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിലെ 90% ബിൽഡിങ്ങുകളിലും AC ഉണ്ട്. എന്നാൽ യൂറോപ്പിൽ അത് വെറും 20% മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞു തണുപ്പുള്ള രാജ്യങ്ങളാണത്. മാത്രമല്ല കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത് എന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടുത്തെ ആളുകൾ അധികം ഉപയോഗിക്കാറില്ല. മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലൊക്കെ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇപ്പോഴും ഈ AC പോലെയുള്ള വസ്തുക്കളെ യൂറോപ്പിലൊക്കെ ഒരു ലക്ഷറി ഐറ്റമായിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം അത് അവരുടെ ഒരു നെസസിറ്റിയുടെ ഭാഗമല്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ചൂട് കൂടുകയും ആ ചൂട് ബിൽഡിങ്ങുകളുടെ ഉള്ളിൽ ട്രാപ്പ് ആവുകയും ചെയ്യുമ്പോൾ AC പോലെയുള്ള സംവിധാനങ്ങളില്ലാത്തത് അവർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ നോക്കുകയാണെങ്കിൽ AC ഒക്കെ വിൽക്കുന്ന കടകളിൽ ആളുകൾ പരസ്പരം ഫൈറ്റ് ചെയ്താണ് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ചു വരുന്നത് കൊണ്ടാണ് യൂറോപ്പിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് തിരിച്ചറിയാം. എന്നാൽ ഇതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ചൂട് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് യൂറോപ്പിൽ മാത്രമല്ല, സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ പല സിറ്റികളും ഇന്ത്യയിലാണുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എല്ലിനോടൊക്കെ ഭാഗമായിട്ട് നമ്മുടെ മൺസൂൺ മഴയിൽ ക്രമാതീതമായിട്ടുള്ള കുറവുണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ കാലാവസ്ഥാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.